സുജിയ, മണിപ്പൂർ മറക്കുമോ? മണിപ്പൂർ മറക്കുമോ എന്ന ചോദ്യത്തിൽ തന്നെ ഒരു ദുഷ്ടലാക്കുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മണിപ്പൂർ ആര് മറക്കുമെന്നാണ്. മണിപ്പൂർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭാഗമായുള്ള ഒരു സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു രത്നമാണ്, അല്ലെങ്കിൽ തലയിലെ ശിരസിൽ വെച്ചിരിക്കുന്ന കിരീടത്തിലെ ഒരു രത്നമാണ് മണിപ്പൂർ. മണിപ്പൂർ ജനത മറക്കുമോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. മണിപ്പൂർ ജനത മറക്കേണ്ടത് എന്താണ്? മണിപ്പൂർ ജനത മറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മെയ്തേയികളും കുക്കികളും നാഗാസും എല്ലാം ചേരുന്ന ആ ഒരു കമ്മ്യൂണിറ്റി സൗഹാർദ്ദത്തോടെ അവരുടെ പഴയ ഒരു ജീവിതത്തിലേക്ക് അവർ എതിർപ്പുകളില്ലാതെ കഴിയുന്ന കുറച്ചു കാലമെങ്കിലും അവർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുവരെ സംഭവിച്ചത് അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ രണ്ട് ഗോത്ര വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നാഗ ഗോത്രത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നാഗാസിന്റെ ഭാഗത്തു നിന്നുള്ള അത്രയും ഒരു ആക്രമണങ്ങൾ നമ്മൾ അവിടെ കാണുന്നില്ല. പക്ഷേ കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അത് അതേപടി നിലനിൽക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദുഷ്ടലാക്കോട് കൂടിയുള്ള ആഗ്രഹമാണ്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ മുതലെടുപ്പ് നടക്കുകയുള്ളൂ. ആ മുതലെടുപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണല്ലോ ഇന്ത്യ മുന്നണിക്ക്, വിശിഷ്യ കോൺഗ്രസിന് അറിയാവുന്നത്. അതുകൊണ്ട് ആ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രഖ്യാപിച്ചത്, എന്തോ പ്രഖ്യാപിച്ചു എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. എന്തോ പ്രഖ്യാപിക്കുകയല്ല, അവിടെ കൃത്യമായി വികസന പദ്ധതികൾ അടക്കം പ്രഖ്യാപിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. അത് മണിപ്പൂരിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായല്ലോ. അതും നടക്കില്ല എന്ന് കരുതി അതിനെതിരെ കൊടി ഉയർത്തിയത് ആരൊക്കെയാണ് എന്നുള്ളത് കേരളം കണ്ടതാണ്. ആ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അവിടെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെ കൈകോർക്കുമ്പോൾ അതിലും ഒരു ദുഷ്ടലാക്ക് കണ്ട ആളുകളും കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളം മാത്രമല്ല, കേന്ദ്രാനുമതി ഇല്ലാതെ ചൈനയുടെ അനുമതി അല്ലല്ലോ, കേന്ദ്രാനുമതിയാണ്. അതാണ് കേന്ദ്രം അപ്പോൾ കേരളമായതുകൊണ്ട് അനുമതി കൊടുത്തില്ല, വൈകിപ്പിച്ചു, നടപ്പാക്കാൻ അനുവദിച്ചില്ല, ലാഭം ഉണ്ടാക്കാൻ അനുവദിക്കില്ല. പൈസ വെച്ച് പറയാനായിട്ട് ഇത് ലാഭചന്തയല്ല. ഞാൻ എന്റെ ഭാഗം പൂർത്തിയാക്കട്ടെ. നമ്മൾ കലാപഭൂമിയിൽ വന്ന് വികസന പ്രഖ്യാപനം നടത്തുന്നതിനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണ്? നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക്, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഗൂഢലക്ഷ്യം അത് വളരെ പ്രകടമായി പുറത്തേക്ക് വരികയാണ്. അതാണ് മണിപ്പൂരിലെന്നല്ല ഒരിടത്തും ശാന്തിയും സമാധാനവും ഒരിടത്തും ഉണ്ടാകേണ്ടതില്ല. എന്തെങ്കിലും കാര്യങ്ങളിൽ ചേർന്ന് പോയാൽ അവിടെ അപ്പോൾ CPIM-ഉം BJP-യും ഒന്നിച്ചാണ് എന്നൊരു കാടങ്ങിറക്കും. എന്നാൽ സ്വന്തം വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയത്തില്ല. ഇപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കോൺഗ്രസ് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കോൺഗ്രസ് ആണ് വയനാട്ടിലെ ഇത്രയും മരണങ്ങൾ കാണാത്തവരാണ് മണിപ്പൂരിൽ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ വസ്തുത. മണിപ്പൂരിലേക്ക് വരാം. മണിപ്പൂരിന്റെ കുന്നുകൾ, ആ കുന്നുകൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത്. ഇവിടെ ചുരാചന്ദ്പൂരിലേക്കാണ് അദ്ദേഹം വന്നത്. ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത് അത് കുക്കികളുടെയും നാഗകളുടെയും ഒക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമാണ്. അല്ലാതെ മെയ്തേ വിഭാഗക്കാരുടെ താഴ്വരയിലേക്കല്ല പോയത് നരേന്ദ്രമോദി. മെയ്തേ വിഭാഗത്തിന്റെ കേന്ദ്രത്തിലേക്കല്ല നരേന്ദ്രമോദി പോയത്. BJP-ക്കും നരേന്ദ്രമോദിക്കും മെയ്തേ വിഭാഗത്തോടുള്ള താല്പര്യം കാരണം ഈ സംഘർഷത്തെ, കലാപത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നവർ കാണേണ്ടത് ചുരാചന്ദ്പൂരിൽ 10 MLA-മാർ, കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 10 MLA-മാർ അദ്ദേഹത്തിന് ഒരു നിവേദനം ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്തോ കുക്കി വിഭാഗത്തിനും നാഗാ വിഭാഗത്തിനും എതിരാണ്, BJP എതിരാണ് എന്ന ഒരു പ്രതീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വൃഥാവ്യായാമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്ത് മറ്റ് മാധ്യമങ്ങൾ കാണുന്നവർ, അല്ലെങ്കിൽ ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നവർ, അവർക്കൊക്കെ കൃത്യമായി മനസ്സിലാകും. ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ചുപേരെ കുറെ കാലം പറ്റിക്കാം, എല്ലാവരെയും എല്ലാ കാലവും കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ. അല്ല, കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ. കോടതിയേക്കാൾ വലിയ കോടതിയാണ്. അല്ലല്ല, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. നരേന്ദ്രമോദി ചെയ്തതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. നരേന്ദ്രമോദിയുടെ വകുപ്പാണ്, കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് ബിരേൻ സിംഗിന്റെ ഓഡിയോയുടെ ആധികാരികത ഉറപ്പുവരാതെ ഇതുവരെ റിപ്പോർട്ട് കൊടുക്കാത്തത്. തുടർന്നോളൂ. പറയാമോ മാഡം? ശരി സുജയ, ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണമെന്നുള്ളത് കുക്കികളുടെ എല്ലാ കാലത്തെ ആവശ്യമാണ്. കുക്കികളുടെ കേന്ദ്രത്തിലാണെന്നേ നരേന്ദ്രമോദി പോയത്. ചുരാചന്ദ്പൂർ അത് പറഞ്ഞു തന്നെ പോകണം. ചുരാചന്ദ്പൂരിൽ കുക്കികളുടെ കേന്ദ്രത്തിലാണ് പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അല്ലാതെ മെയ്തേയികളുടെ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമ എന്നുപോലെ അവിടെ സ്റ്റേജ് ചെയ്തത്. അവിടെ കൃത്യമായി എത്ര പേരുണ്ടായിരുന്നു ആ വേദിയിൽ എന്നുള്ളത് ആ ദൃശ്യം എടുത്ത് നോക്കിയാൽ കാണാം. എത്ര പേരാണ് ആ പരിപാടിയിലേക്ക് വന്നത്? 3 4 പേർ നടത്തിയ ഒരു പ്ലക്കാർഡിനെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. കാരണം നരേന്ദ്രമോദിക്കെതിരെ നമ്മൾ കുറ്റം പറയണം. നരേന്ദ്ര
നരേന്ദ്രമോദിയും BJPയും എപ്പോഴും തെറ്റാണെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് എന്തോ സംഭവിച്ചു പോകും. നരേന്ദ്രമോദിയെ BJPയെ നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് ഇതിനപ്പുറം ഒന്നും കാണാൻ കഴിയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത്? 250 പേർ മരിക്കുകയും ഞാൻ പറയട്ടെ, അത്രയും പേര് മരിക്കുകയും 60,000 പേർ പലായനം ചെയ്യുകയും ചെയ്ത ഒരു സ്ഥലത്തേക്ക് അന്നൊന്നും വരാതെ 2.5 വർഷത്തിന് ശേഷം വന്ന് ഈ വികസന പദ്ധതിയെ കുറിച്ചാണ് ചോദ്യം. പദ്ധതികൾ പ്രഖ്യാപിക്കാനോ മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവകാശമില്ല എന്നാണോ നിങ്ങൾ അപ്പോൾ ഉദ്ദേശിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമെന്നേ. അതിനായിട്ടുള്ള സമാധാനത്തിന്റെ പാതയിലേക്ക് മണിപ്പൂർ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൃത്യമായി പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുക. അല്ലാതെ ഇവിടെ നിങ്ങൾ കത്തിച്ചു നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിപ്പൂരിലേക്ക് എത്തി കലാപത്തെ കൂടുതൽ കലാപത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ, കാരണം പണ്ട് ഭരിച്ചതാണല്ലോ, മണിപ്പൂർ മറക്കാൻ കഴിയില്ലല്ലോ. പ്രധാനമന്ത്രി പോയിരുന്നെങ്കിൽ കൂടുതൽ കലാപം ഉണ്ടാകുമായിരുന്നു. പ്രധാനം അങ്ങനെ വളച്ചൊടിക്കുന്ന കോൺഗ്രസിന്റെ ന്യായം അവിടെ ഇരിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ എന്റെ ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ ന്യായം പറയണ്ട, കോൺഗ്രസിന്റെ ന്യായം കോൺഗ്രസ് പറയട്ടെ. ഞാൻ ചോദിച്ചത് അല്ല അസഹിഷ്ണുതയല്ല, ഞാൻ ചോദിച്ചത് അല്ല അസഹിഷ്ണുത കാണുകയല്ലേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതിനാണ്. പറഞ്ഞോളൂ ഇതിനിടയ്ക്കുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഒരു വാചകം പോലും ഇടപെടാതിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാം കാണുന്നുണ്ട്. അത് തന്നെയാണ് മാഡം മനസ്സിലാക്കേണ്ടത്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കാണുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. പറഞ്ഞോളൂ. ശരി, അപ്പോൾ താങ്ക്സ്. എന്തായാലും തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി തന്നല്ലോ. അപ്പോൾ മണിപ്പൂർ മറക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇട്ടതിന്റെ തന്നെ ഉദ്ദേശം ഇപ്പോൾ ഇതിനകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്തായാലും ഈ പലായനത്തെക്കുറിച്ച് തന്നെ പറയാം. പലായനം നടന്നത് അല്ലെങ്കിൽ പലായനം നടത്തിയ ആളുകൾ ഏത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്? ആ കണക്കുകൾ മാഡത്തിന് അറിയാമോ? ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ പലായനം ചെയ്തതെന്ന്? സാറിനോടല്ല, മാഡത്തോടാണ്. പലായനം ചെയ്തവർ ഏത് ഗോത്ര വിഭാഗം? അല്ല കുക്കികളല്ല മെയ്തികളാണ് കൂടുതൽ പോയത് എന്ന് പറയാനാണല്ലോ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ സത്യം. പറയൂ. അതാണല്ലോ സത്യം. അല്ലെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. വസ്തുതാവിരുദ്ധമാണ്. 258 പേർ മരിച്ചതിൽ 200-നടുത്ത ആളുകൾ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പലായനത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നിഷേധിക്കുമോ? അല്ലല്ല, ആ ഉത്തരത്തിലേക്ക് വരാം. നിഷേധിക്കുമോ? നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ ക്യാമ്പിൽ പോയതാണ്, അവിടെ അനുഭവങ്ങൾ കണ്ടതാണ്. പാർഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വസ്തുതകൾ പറഞ്ഞു പോകണം. പലായനം ചെയ്തവരെ കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. താങ്കളോട് ഞാൻ ചോദിച്ചില്ല, ഞാൻ പേരെടുത്തു മാഡത്തോടാണ് ചോദിച്ചത്. മാഡം ഇങ്ങോട്ട് പറഞ്ഞത് സ്കൂളാണോ? അത് താങ്കൾ നേരത്തെ വിചാരിക്കണം എന്നോട് ചോദിക്കുമ്പോൾ. അല്ല, ഇങ്ങനെയുള്ള മോശം പരാമർശം അനുവദിക്കാൻ പറ്റില്ല. മോശം പരാമർശം എന്താണ്? മോശം പരാമർശം എന്ന് ചോദിച്ചത് എന്താണ്? അല്ല സുജി എന്താണ് ഒരുമാതിരി ഭയങ്കര ചെയ്യുന്നമാര് ചോദിക്കുന്നത്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ എന്നോട് എന്താണ് മാന്യത കാണിച്ചത്? സുജിയോട് മാഡത്തിന്റെ ചോദ്യത്തിന്റെ 60,000 പേർ പലായനം ചെയ്തു പോയി. ഇത് ശരിയാവില്ല. മാഡം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞു നിർത്തി. മാഡം പറഞ്ഞോളൂ. ഇല്ല സുജയ മാഡം ചർച്ച തുടരുന്നേ. സുജയ പറയൂ. പ്രധാനമന്ത്രി അവിടെ വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മേധേ വിഭാഗത്തിന്റെ ലാൻഡിലല്ല, കുക്കികൾക്കിടയിലേക്കാണ് പോയത്. കുക്കികൾക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ കുക്കികൾക്കിടയിലേക്കാണ് പോയത്. ശരി, മേധേ വിഭാഗം അവിടെ നിന്ന് മുഴുവൻ പലായനം ചെയ്തു പോയി. ബാക്കി പറഞ്ഞോളൂ. മാഡം പറഞ്ഞോളൂ. അല്ല പറയൂ, സുജയ പറയൂ. നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ഇവിടെ വളരെ ആധികാരികമായി പറയുന്നത്. സുജയ പറയൂ. ആധികാരികമല്ല, സുജയുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലമാണ്. നമ്മൾ ഒന്നിച്ചെടുത്ത വിഷയത്തിൽ, ഒന്നിച്ചെടുത്ത ചോദ്യത്തിൽ ആ ചോദ്യത്തിന് മുന തന്നെ ശരിയല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മോശമായ കാര്യം. മാഡത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അല്ലല്ല, ചോദ്യം നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസം അപ്പൊ പറയണായിരുന്നു. അല്ലാതെ ആ ചോദ്യത്തിൽ തന്നെ ദുഷ്ടലാക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ ചർച്ച തുടങ്ങേണ്ടത്. മണിപ്പൂർ ജനത മറക്കുമോ എന്നുള്ളത് ദുഷ്ടലാക്കാണെങ്കിൽ ജനം വിലയിരുത്തട്ടെ. സുജയ ബാക്കി പറയൂ. മാഡത്തിന്റെ പറയുന്ന ഇല്ലല്ലേ, മാഡം പറഞ്ഞോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സുജിക്ക് അഭിപ്രായമില്ല ഇനി ചർച്ചയിൽ? ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്തായാലും 250 പേര് മരിച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. 2 സ്ത്രീകൾ നഗ്നരായി അവിടെ കൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ, ആ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ നമ്മൾ മറക്കാത്തതുകൊണ്ട് മണിപ്പൂർ ജനതയും മറക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതാണ് ചോദിക്കുന്നത്. അത് പറയുമ്പോൾ എന്തിനാണ് സുജി ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ടോ മാഡത്തോട്? പിന്നെ ഇവിടെ അസഹിഷ്ണുത കാണിച്ചത് 4 വാചകം പറഞ്ഞപ്പോൾ ഇവിടെ ഇടപെട്ടു, 2 പേര് ഇടപെട്ടു. ശരി, ഇനി ആരും ഇടപെടണ്ട. ഞാൻ സുജയ ഫുള്ള് പറഞ്ഞു. എനിക്ക് പറയാനില്ല ഇനി. എന്താ വികസന നേട്ടങ്ങൾ പറയാനില്ലേ? ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. അല്ല, അങ്ങനെ വിട്ടു തരണ്ട. സുജയ് വിട്ടു തന്നിട്ടുള്ള സമയം നമുക്ക് വേണ്ട. സുജയ് പറയൂ. 3 പേർക്കും സംസാരിക്കാനുള്ള സമയം. മാഡം പറഞ്ഞോളൂ. ഇല്ല, ഇടപെടുന്നില്ല സുജയ, പറയൂ. പറഞ്ഞോളൂ. മാഡം പറയുന്നത് കേൾക്കട്ടെ. ഞാൻ ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ, എന്തായാലും കേൾക്കുമല്ലോ. ഞാൻ പറയുകയും ചെയ്യും. ഇല്ലല്ലോ, സുജയുടെ ഊഴമാണ്. സുജയ പറയൂ. ഞാൻ മോഡറേറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ പറയുന്നുള്ളൂ. സുജയ് ഇപ്പൊ അങ്ങനെ അല്ലല്ലോ സാധാരണ. മാഡം ഒക്കെ പറഞ്ഞിട്ടല്ലേ എന്റെ അടുത്ത്. സുജയ് ഇപ്പോൾ പറയൂ. ഏറ്റവും അവസാനമല്ലേ ഞാൻ പറയാറ്. ഞാൻ അത്
അത് പാലിക്കാൻ, ആ മര്യാദ പാലിക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ല, മര്യാദ പാലിക്കാൻ ഞാൻ സുജിയോട് പറയാണ്, മോഡറേറ്റർ നൽകി പറയാം. അങ്ങനെയാണെങ്കിൽ മോഡറേറ്റർ എന്നെ സംസാരിക്കാൻ പൂർണ്ണമായി അതാണ് പറഞ്ഞത്. ഇനി സുജിക്ക് തടസ്സങ്ങളില്ല, പറയൂ. ശരി, ആ മാന്യതയ്ക്ക് നന്ദി. ഇനി ഇപ്പോൾ തടസ്സപ്പെടുത്താത്ത രീതിക്ക് ഞാൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി തന്നെ പറയാം. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് മണിപ്പൂർ സാഹസികതയുടെ ഭൂമിയാണ്, കുന്നുകൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ഇവിടെ ചുരാചന്ദ്പൂരിൽ വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്നതിനായി പ്രധാനമന്ത്രി എത്തിയതിലെ കാലതാമസമാണ് ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ അവിടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതുകൂടി ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ 7000 പുതിയ വീടുകൾ അത് പലായനം ചെയ്തവർക്ക് വേണ്ടി നിർമ്മിക്കുമെന്നാണ് അനൗൺസ് ചെയ്തത്. അതിൽ 500 കോടി രൂപ അവർക്കായുള്ള പ്രത്യേക പാക്കേജ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അതാണ് ഇന്ന് അറിയേണ്ട ചോദ്യം. ഇത്രയും പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ, ആ പാക്കേജുകൾ അനൗൺസ് ചെയ്യുമ്പോൾ, ആ പാക്കേജുകൾ മറച്ചു വെക്കുക. അതോടൊപ്പം 864 ദിവസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത് എന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദി അവിടെ വന്നിട്ട് നടത്തിയ പ്രഖ്യാപനം ഇവിടെ, അത് മറവിയിലേക്ക് മാറ്റിവെക്കുക. ഇതാണ് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ ഇവിടെ എതിർത്തത്. അല്ലാതെ ആരോട് ഞാനൊരു ബഹുമാനപൂർവ്വം ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ മെയ്തേയ്, കുക്കൈ വിഭാഗങ്ങൾ, ഈ 2 വിഭാഗങ്ങളും രണ്ടായി നിൽക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇതിനകം തന്നെ ഫുട് ഹോൾഡ് നഷ്ടപ്പെട്ട മണിപ്പൂരിലേക്ക് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുള്ളൂ. നിലവിൽ അതിനുള്ള ഒരു സാധ്യതയുമില്ല അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ആ സംസ്ഥാനത്ത് വികസനം വരികയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കൽ അവിടെ നടക്കില്ല എന്നത് വസ്തുതയാണ്. ഇവിടെ ചുരാചന്ദ്പൂരിലെ പിസുൻമുൻ ഗ്രാമം, അവിടെ മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടന്നത്. അവിടെ പ്രദേശവാസികൾക്കിടയിലുണ്ടായ ഏറ്റുമുട്ടൽ പിസുൻമുൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അതവിടെ കണ്ടെയ്ൻ ചെയ്തു, അല്ലെങ്കിൽ ആ സംഘർഷം അവിടെ അവസാനിപ്പിക്കപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി വരുമ്പോഴേക്കും സംഘർഷമാണ് എന്നതാണല്ലോ നമ്മൾ കേട്ട നറേറ്റീവ്. പക്ഷേ അത് പരിശോധിച്ച് നോക്കുമ്പോൾ പിസുൻമുനിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി 21ാം നൂറ്റാണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബൊക്കെ ഓഫ് വിസിറ്റ്. അത് ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എല്ലാമായി തന്നെ ആസൂത്രണം ചെയ്ത വിസിറ്റാണ്. അതിനെയാണ് മണിപ്പൂരിലേക്ക് വരേണ്ട ഗതികേട് കൊണ്ട് വന്നു പോയതാണ് എന്ന ഒരു ആഖ്യാനം ചമയ്ക്കുന്നത്. അതിനെയും ഞാൻ എതിർക്കുകയാണ്. ഇവിടെ കുക്കീസോയുടെ ട്രൈബൽ MLA-മാർ, ഞാൻ മനസ്സിലാക്കുന്നത് 10 പേരാണ്. സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ വേണം, അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി ട്രൈബൽസിന് വേണം എന്ന ആവശ്യം പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. അത് കുക്കി വിഭാഗത്തിൽപ്പെട്ട MLA-മാരാണ്. BJP അനുഭാവികളായ അല്ലെങ്കിൽ BJP അംഗങ്ങളായ ആളുകളുമുണ്ട് കുക്കി വിഭാഗത്തിൽപ്പെട്ട MLA-മാരിൽ 7 പേരെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും പേർ അവിടെ ചെല്ലുമ്പോൾ മെയ്തേയ് വിഭാഗത്തിൻ്റെതാണ്, അല്ലെങ്കിൽ മെയ്തേയ് വിഭാഗത്തിന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന ആഖ്യാനം അവിടെ തെറ്റുകയാണ്. അതുകൊണ്ട് ഈ വിഷയം, ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അതും സെലക്റ്റീവായി മറച്ചു വയ്ക്കപ്പെടുന്നു. ഇനി എത്നിക് വയലൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഗോത്രങ്ങൾക്കിടയിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എത്നിക് വയലൻസ് തുടങ്ങി വെച്ചത് ആരാണ്? BJP ആണോ? BJP ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ BJP-യുടെ ഭാഗമായി മറ്റ് പ്രാദേശിക സംഘടനകൾ വരുമ്പോഴാണോ ഈ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ തുടങ്ങിയത്? അതിനു മുൻപും കുറെ കാലം കോൺഗ്രസ് അടക്കം അവിടേക്ക് കയറി ഇറങ്ങിയതാണല്ലോ. അന്നൊന്നും ഈ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്നിക് വയലൻസ് എന്ന് പറയുന്നതിനെ സെലക്റ്റീവായിട്ട് മാറ്റിവെച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ ബിരേൻ സിംഗ് സർക്കാരാണ് ഇവിടെ ഈ ആക്രമണങ്ങളെല്ലാം ആഹ്വാനം ചെയ്തത്, മണിപ്പൂരിലെ കലാപം ഉണ്ടാക്കിയത് ബിരേൻ സിംഗും സംഘവുമാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവാണ് കഴിഞ്ഞ 2 വർഷമായി പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളത് മെയ്തേയ് ഗോത്രമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാലിയിൽ താമസിക്കുന്ന മെയ്തേയ് വിഭാഗത്തിനുള്ള ഒരു ഡോമിനൻസ് അത് മണിപ്പൂരിൽ ഉണ്ട്. അവിടെ അവർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള കോടതി ഉത്തരവാണ് ഈ കലാപങ്ങൾക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ 864 ദിവസങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ട ഒരാളുടെയും മരണത്തിൽ, ആ മരണത്തെ നമ്മൾ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ അതൊരു ആവർത്തനത്തിലേക്ക് പോകാതിരിക്കണം. അതുകൊണ്ടാണ് സമാധാനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സമാധാനം ഇഷ്ടമല്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടായാലേ അതിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ കലാപമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കുക്കീസോ കമ്മ്യൂണിറ്റിയിലെ 40,000 പേർ പലായനം ചെയ്തു. മെയ്തേയ് വിഭാഗത്തിലെ 20,000 പേർ പലായനം ചെയ്തു. അങ്ങനെ ആകെ 60,000 പേർ ഡിസ്പ്ലേസ്ഡ് ആയി എന്നതാണ് കണക്ക്. ആ കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ മനുഷ്യരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ? സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് ആ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതോ എല്ലാ കാലവും അവരിങ്ങനെ ചിതറിക്കിടന്നാൽ മതിയോ? മണിപ്പൂരിൽ സംഘർഷമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല വ്യക്തിപരമായി. കാരണം അവിടുത്തെ സംഘർഷങ്ങൾ അവസാനിക്കണം. മണിപ്പൂർ എന്നല്ല, ഏത് സ്ഥലത്തായാലും, ഇന്ത്യയിൽ എവിടെയായാലും അവിടെ സമാധാനത്തോടെ ആളുകൾ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സംഘർഷം ഉണ്ടായാൽ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭമുണ്ടാക്കാമെന്ന് കരുതുന്ന ഒരു ചിന്താഗതി എന്തായാലും എനിക്കില്ല. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? അധികാരത്തിലെത്തി 11 വർഷത്തിന്റെ നോർത്ത് ഈസ്റ്റിലെ ഏക സംഘർഷം മാത്രമൊന്നുമല്ല മണിപ്പൂരിൽ നടക്കുന്നത്. പലയിടങ്ങളിലും, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇവിടെ മണിപ്പൂരിലും കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ മണിപ്പൂരിൽ എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങ് പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ടാണ്. അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ സ്വാതന്ത്ര്യാനന്തരം കുറെ കാലമായി രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല, അധികാരത്തിലുണ്ടായിരുന്നു. എത്രത്തോളം ഭരിച്ചിട്ടുണ്ട് എന്ന് മണിപ്പൂരിന്റെ സ്റ്റാറ്റസ് കോ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് എന്നാണ് എന്നതുകൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു മെഡിക്കൽ കോളേജ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മണിപ്പൂർ ഒരു വികസന പാതയിലേക്ക് പോകുന്നു എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമെന്നേ. അതുപോലെ തന്നെ
ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കിയത് വഴി ഇപ്പോൾ എത്ര ഗുണഭോക്താക്കളുണ്ട് എന്നതുകൂടി നോക്കണം. 5 ലക്ഷം രൂപ വരെ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഇന്ന് മണിപ്പൂരിൽ ഈ സ്കീമിന് കീഴിൽ 2.5 ലക്ഷം പേഷ്യൻസ് എങ്കിലും ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ട്. അപ്പോൾ മണിപ്പൂരിൽ ഒന്നും ചെയ്തിട്ടില്ല, മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, മണിപ്പൂരിനെ പൂർണ്ണമായും മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ആഖ്യാനം നിലനിൽക്കില്ല. അതുപോലെ തന്നെ നേരത്തെ അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി അല്ലെങ്കിൽ മണിപ്പൂരിൽ BJPക്ക് അനുകൂലമായ ജനവിധി വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അവിടെ കുടിവെള്ളം എങ്ങനെയായിരുന്നു എത്തിയിരുന്നത്? മണിപ്പൂരിലേക്ക് വെള്ളം എത്തിക്കാൻ പോലുമെങ്കിലും ഈ കലാപത്തെക്കുറിച്ച് എടുത്തു പറയുന്ന വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ഒക്കെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 കൊല്ലം മുമ്പ് വരെയുള്ള കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 30,000 വീടുകളിലാണ് ആകെ പൈപ്പ് വഴി കുടിവെള്ളം എത്തിയിരുന്നത്. ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ 13 വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3.5 ലക്ഷം വീടുകളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിയിട്ടുണ്ട്. ഇതും പറയില്ല, കാരണം ഇതും നരേന്ദ്രമോദിക്ക് അനുകൂലമാകും, അത് നമ്മൾ പറയാൻ പാടില്ല എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയില്ല. ഇനിയിപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയോടും BJPയോടുമുള്ള വെറുപ്പ് അത് മെയ്തേ വിഭാഗങ്ങളെ ഇളക്കി വിടുകയാണ് BJP എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചാലും 2026 തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ BJP അല്ലെങ്കിൽ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെയുള്ളത് ഒരു ട്രഡീഷണൽ റൈവലറിയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമൊന്നുമില്ല. ആ ട്രഡീഷണൽ റൈവലറി നിൽക്കുന്നത് മെയ്തേസ് ആൻഡ് കുക്കീസ് തമ്മിലാണ്. അതാണ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. അവിടെ ഈ ഹില്ലി റീജിയണും വാലീസും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അപ്പോൾ ഈ ഹില്ലി ഏരിയയിൽ താമസിക്കുന്നവരും വാലീസിൽ താമസിക്കുന്നവരും തമ്മിൽ അവരുടെ പല രീതികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഒരുപക്ഷെ വികസനം വരുമ്പോൾ അവർ മാറിയെന്ന് വരാം, വികസന പദ്ധതികൾ വരുമ്പോൾ മാറിയെന്ന് വരാം. നേരത്തെ പൈപ്പ് വഴി കുടിവെള്ളം എത്താതിരുന്ന കാലത്ത് നിന്നും അവരിപ്പോൾ 3.5 ലക്ഷം വീടുകളിലേക്ക് എന്ന രീതിയിലേക്ക് മാറിയില്ലേ? അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് കൂടിയില്ല. അപ്പോൾ അതുപോലെ വികസനം വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിത രീതികളിൽ മാറ്റം വരുമ്പോൾ ഈ സംഘർഷങ്ങളും അവസാനിച്ചേക്കാം. അപ്പോൾ ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഒരു കാലത്തും സമാധാനം വരില്ല എന്ന മട്ടിലുള്ള ഒരു കാഴ്ചപ്പാടോടെയല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.